അസ്സലാമലൈക്കും. ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് സുഖമില്ലാണ്ടായി കേട്ടോ. സുഖമില്ലാണ്ടായിച്ചാൽ ഞാനൊന്ന് വീണപ്പോൾ നട്ടലിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് അത് അഡ്മിറ്റ് ചെയ്തിരിക്കണ്. എല്ലാവരും ദോരക്ക് ഇല്ലാണ്ടിരിക്കാനും മാറാനൊക്കെ. അങ്ങനെയൊക്കെയാണ് വിശേഷം. വേറെന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ആകെ ഒരു ആദ്യമൊക്കെ ഇഷ്ടംപോലെ കോഴിക്കളും ആടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഞമ്മക്ക് ആകെ 3-4 കോഴിക്കളുള്ളൂ. അതിലേക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് ഇറങ്ങിയതേന്. ഇറങ്ങിയാൻ പാട് കാല് വൈകിപ്പോയി, ഞാൻ വീണുപോയി. അതൊക്കെ കിടക്കപ്പോൾ നമ്മൾ കിടക്കണ പാടിൽ ആരും ഇല്ല. അതിപ്പോൾ ICU എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കിടത്തിയതാണ്. ഇവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് മറന്നുപോയി. ആരും ഇല്ല. ബെഡൊക്കെ കണ്ടില്ലേ, ഇതുപോലെ കാല് കിടക്കുകയാണ്. നിർമ്മല ഹോസ്പിറ്റലാണിത്. മേരിക്കുന്ന് പിന്നെ നമ്മളെ മർക്കസ്. ഓവർ ലെങ്ത്തിലൊന്നും എടുക്കില്ല കേട്ടോ. ഞാൻ പിന്നെ എടുക്കാണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. നേടിയിട്ട് ഉണ്ടല്ലോ മക്കളൊക്കെ പഠിക്കുന്നത്, അതിൻ്റെ അത് നേടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിർമ്മൽ. അങ്ങനോട് അഡ്മിറ്റ് ചെയ്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദോരക്കിട്ടോ. എനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. എന്നായിക്കോട്ടെ. ഇവിടുത്തെ അല്ല, ഞാൻ നമുക്ക് ഇതാക്കാം. MRI സ്കാനിങ് എടുത്ത് പിന്നെ എക്സ്റേ എടുത്ത് അതിൻ്റെ ശേഷമൊക്കെയാണ് ഇത് അറിഞ്ഞത്. നട്ടലിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടുണ്ട് എന്നുള്ളത്. ഭയങ്കര വേദനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാനും ഇതാക്കാനൊക്കെ ഭയങ്കര പാടാണ്. നിൽക്കാനും നടക്കാനൊന്നും കഴിയില്ല. അതാണ് ഒരു കസാല കൊണ്ടുവന്നിട്ട് അതിൽ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് കൊണ്ടുപോകുന്നത്. ഭയങ്കര കുത്തലാണ്. ഇങ്ങനെ മരുന്നെടുക്കുമ്പോൾ എന്താ ചെയ്യുക. എന്തായാലും എല്ലാവരും ഇതുവരക്കി ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇവിടെ ഇനിയിപ്പോൾ എത്ര ദിവസം കിടക്കുമെന്നൊന്നും അറിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.